ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എൻ്റെ ട്രാവൽ വീഡിയോ ആണ്. അതായത് 1.25 വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നാട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. പോകണമെന്ന് വിചാരിച്ച സമയത്തൊന്നും പോകാനൊന്നും പറ്റിയില്ല. കാർഡിൻ്റെ ഇഷ്യൂസും കുറേ പ്രശ്നങ്ങളായൊന്നും പോകാൻ പറ്റിയില്ല. ഇതിപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് എന്തായാലും കാർഡ് കിട്ടിയപ്പോൾ പോകാമെന്ന് കരുതി. ഭാഗ്യത്തിന് ലീവും കിട്ടി, എല്ലാം സെറ്റായപ്പോൾ നമ്മൾ പോവുകയാണ് ഇന്നിങ്ങനെ. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബോൾട്ട് വിളിച്ചിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് നിയർ ബൈ ആണ്, ഒരു 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വെയിറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ വെയിറ്റ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് അങ്ങനെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ വെയിറ്റൊക്കെ ബാലൻസ് ആക്കി. അങ്ങനെ എൻ്റെ ചെക്കിങ്ങും ഇതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു കുറേ നേരം. ഇവിടെ വെച്ചിട്ട് അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗേറ്റിന് അങ്ങോട്ട് പോയി. ഗേറ്റ് എല്ലാം ഓപ്പൺ ആയിട്ട് നമ്മളിനി ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഞാൻ പോകുന്നത് ടർക്കിഷ് എയർലൈൻസിലാണ്. ഇവിടുന്ന് എനിക്ക് ടർക്കിഷ് എയർലൈൻസ്, അതുപോലെ ഇസ്താംബുൾ ചെന്നിട്ട് എനിക്ക് ഇൻഡിഗോയിലാണ് ഞാൻ എടുത്തത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ടർക്കിഷാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിക്ക് മാൾട്ട ടു ഇസ്താംബുൾ, ഇസ്താംബുൾ ടു മുംബൈ, മുംബൈ ടു കൊച്ചി, അങ്ങനെയാണ് എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഇത് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അവരുടെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ സേഫ്റ്റി ഇതെല്ലാം കാണിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ മാൾട്ടയിൽ നിന്ന് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ വെറുതെ കുറേ സിനിമകളൊക്കെ നോക്കിയപ്പോൾ അവതാർ അങ്ങനെ കുറേ സിനിമേസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് നൈറ്റ് ഓഫ് ദ മ്യൂസിയം കാണണമെന്ന് പറഞ്ഞ് പഴയൊരു നൊസ്റ്റാൾജിക്, നമ്മൾ പണ്ട് കൊച്ചു ടി വി, സൂര്യ ടി വിയിലൊക്കെ വരുന്നതാണ്, ഒരു 12 മണി സമയമൊക്കെ വരുന്ന ഒരു സിനിമകളാണിത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചുകൊണ്ട് ഞാനത് കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്രൂ വന്നിട്ട് ഫുഡ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോൺ വെജ് ആയിരുന്നു ഫുഡ് വന്നിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത് ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു ഇതും, പിന്നെ റൈസ്, കുറച്ച് വെജീസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചോക്ലേറ്റ് മൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡിപ്പ്. ഈ ഡിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു ബ്രെഡ്, ബട്ടർ, കുറച്ച് കുടിക്കാൻ വെള്ളം, പിന്നെ ഒരു കോക്ക്. ഇത്രയാണ് എനിക്ക് ഫുഡായിട്ട് കിട്ടിയത്. ഞാൻ എൻ്റെ സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്ന് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് എൻ്റെ ഫ്രണ്ടിനെ. അപ്പോൾ ആൾ ഇന്നാണ് നാട്ടിൽ പോണേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ഞാൻ ആളെ കാണുന്നത്. എൻ്റെ തൊട്ടടുത്ത് തന്നെ സീറ്റിലായിരുന്നു. പിന്നെ എനിക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹെഡ്സെറ്റ് അവിടെ അടിച്ച് പെറുക്കി നോക്കി, നമുക്കവിടെ ഹെഡ്സെറ്റോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ക്രൂവിനോട് ചോദിച്ചപ്പോൾ അവർ കൊണ്ടു തരാമെന്ന് പറഞ്ഞു, പക്ഷെ തന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആളുടെ ഹെഡ്സെറ്റ് എനിക്ക് തന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരു സിനിമയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം എടുത്തോ, എന്നിട്ട് ഞങ്ങൾ ഒരെണ്ണത്തിൽ കണക്ട് ചെയ്തിട്ട് സിനിമ കണ്ടു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇസ്താംബുളിലെത്തി. നമുക്ക് പിന്നെ എയർപോർട്ടിൽ നിന്ന് വേറെ കുറേ മലയാളീസിൻ്റെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ. അപ്പോൾ ആ ചേച്ചിമാരുണ്ടായിരുന്നു, ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇസ്താംബുൾ എയർപോർട്ടിൽ ഇറങ്ങി ഒരുമിച്ചാണ് പോയത്. ടൈമാണ് ഇസ്താംബുൾ വഴി പോകുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല, കുറേ പേര് പറഞ്ഞു ഇസ്താംബുൾ കുറേ നടക്കാനും അങ്ങനെ ചുറ്റാനൊക്കെ കുറേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ നമുക്ക് മാൾട്ട എയർപോർട്ടിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നല്ലൊരു ഹെൽപ്പായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചോദിച്ചു പോകാനൊക്കെ ആണെങ്കിലും നടക്കാനെങ്കിലും നമ്മൾ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ബോറടി കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെ നല്ല കമ്പനി ആയിരുന്നു എല്ലാവരായിട്ടും. പിന്നെ ഞങ്ങളുടെ ഗേറ്റ് വന്നിട്ട് ഇപ്പോൾ ഓപ്പൺ ആക്കിയില്ല, ഒരു 2-3 hours കഴിഞ്ഞിട്ടേ ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഏതെങ്കിലും ഒരു ഗേറ്റിൻ്റെ അവിടെ പോയിരിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ പാസ്പോർട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് വെച്ചിട്ട് നമുക്കിവിടെ വൈഫൈ കണക്ട് ആക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആദ്യം അതൊക്കെ എടുത്തു. ഇസ്താംബുൾ എയർപോർട്ട് അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ കുറേ ഇങ്ങനെ നടക്കാനുണ്ട്, നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷൊക്കെ ആയി ഒന്ന് സെറ്റായി. പിന്നെ ഇവിടെയും പിന്നെ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ അതിൽ കൂടെ ഒന്ന് ജസ്റ്റ് നടന്നു. ഞങ്ങളുടെ ഗേറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്താണെങ്കിലും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴാണ് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അത്ര നേരം എവിടെയെങ്കിലും ഇരിക്കണ്ടേന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരു ഗേറ്റിൻ്റെ അവിടെ പോയി ഒരു സ്പേസിൽ അവിടെ ഇരുന്നു കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇസ്താംബുൾ എയർപോർട്ട്. ഫുൾ ടർക്കിഷ് എയർലൈൻസിൻ്റെ ആയിരുന്നു കേട്ടോ അവിടെ കിടന്ന മൊത്തം എയർലൈൻസ് കണ്ടത്. കുറേ ലാൻഡ് ചെയ്യുന്നു, കുറേയൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നു, നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേ ടേക്ക് ഓഫും ലാൻഡിങ്ങും അങ്ങനെ കുറേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലാം പുറത്ത് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നു. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയി. നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടിയതാണ്. പക്ഷെ അത് കഴിച്ചിട്ടാണെങ്കിൽ ഇത്ര നമുക്ക് ലേ ഓവർ ഉണ്ടായിരുന്നല്ലോ, ഒരു 6-7 മണിക്കൂറിനടുത്തോളം ലേ ഓവർ ഉണ്ടായിരുന്നു.
നമുക്കവിടെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവരുടെ കറൻസിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലായിട്ട് യൂറോ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ക്യാബിൻ ബാഗിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച ക്രൊസാൻ്റൊക്കെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 ക്രൊസാൻ്റൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ആ സമയത്തൊന്ന് ഫ്രീ ആയപ്പോഴാണ് മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ നാട്ടിലേക്ക് സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ വരുന്ന കാര്യമൊന്നും. ആകെ അറിയുന്നത് ഏട്ടൻ്റെ ചേട്ടന് മാത്രമാണ് അറിയുന്നത്. പിന്നെ എൻ്റെ ബ്രദറിനും അറിയാം. വേറെ ആർക്കും അറിയില്ല ഞാൻ ചെല്ലുന്ന കാര്യം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ റൂംമേറ്റ് ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് വിടുന്നുണ്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടനോട് പറഞ്ഞു ഏട്ടനും കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നൊന്ന് കളക്ട് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ ഓക്കെ വന്നോളാന്ന് പറഞ്ഞു. പിന്നെ അമ്മയും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്, ചേച്ചി വീട്ടിലേക്ക് വരും എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സർപ്രൈസ് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം പെട്ടെന്ന് കിട്ടിയതായതുകൊണ്ടും പിന്നെ ആരോടും പറയാണ്ടെന്ന് ചെല്ലാമെന്ന് കരുതിയിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ടാണ് കംപ്ലീറ്റ്ലി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി നമ്മളൊരു ബസ്സിലേക്ക് കയറി. അവിടുന്ന് നമ്മൾ നേരെ ഇനി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. കുറച്ച് ദൂരമായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടായിരുന്നത്. ഞാനിങ്ങനെ വീഡിയോസിൽ മാത്രമാണ് ഇസ്താംബുൾ എയർപോർട്ടും അതുപോലെ തുർക്കിയിലെ ഇതും കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കും തോന്നുന്നു. പക്ഷെ നമ്മൾ എയർപോർട്ടിൻ്റെ ജസ്റ്റ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കറക്റ്റ് തുർക്കിയുടെ ഒരു ഭംഗി കാണാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ തുർക്കി എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ സെറ്റൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് തുർക്കിയിലേക്ക് മാത്രമേ ട്രിപ്പ് വരാം. നമ്മൾ ഈ ഇൻഡിഗോയിലാണ് പോകുന്നത്. ഭയങ്കര വലിയ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ സീറ്റും ഫുള്ളായിരുന്നു. നല്ലോണം പാസഞ്ചേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വലിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു സൈഡ് സീറ്റായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് 3 പേർക്ക്, ആ ചേച്ചിക്കും എൻ്റെ ഫ്രണ്ടിനും പിന്നെ ആ ചേട്ടനൊക്കെ കിട്ടിയത് അടുപ്പിച്ച് ഒരേ സീറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഞാൻ മാത്രം ഒറ്റയ്ക്കായതുകൊണ്ട്. അപ്പോൾ പിന്നെ സെബാൻ എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു ചേട്ടന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ചേട്ടന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, നടുക്കിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു എൻ്റെ സീറ്റിലോട്ടേക്ക് വന്നു, ഞാൻ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരുടെ അടുത്തൊക്കെ മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഫ്ലൈറ്റൊക്കെ എടുത്തതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്രൂ ഫുഡും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ടിക്കറ്റിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു. നമുക്കിങ്ങനെ വെജോ നോൺ വെജോ ഒന്നും സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല, അവർ തരുന്ന ഫുഡായിരുന്നു. നമുക്ക് മാൾട്ട ടു ഇസ്താംബുളിൽ വന്നപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ ടർക്കിഷ് എയർലൈൻസിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ നല്ലൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കുന്നത്. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ലൈവറും കാര്യങ്ങളും കൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് പിന്നെ റൈസ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചന മസാല ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബട്ടർ ബണ്ണ്. ഇതാണ് നമുക്ക് മീലായിട്ട് കിട്ടിയത്. പിന്നെ കുടിക്കാനായിട്ട് ഞാനൊരു കോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെള്ളം. ഇതിൻ്റെ കാര്യത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഭയങ്കര തീരെ ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ. നമുക്ക് ക്വാണ്ടിറ്റി ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒരു 2 കഴിക്കുമ്പോഴേക്കും നമുക്ക് ഫുഡ് തീർന്നുപോയി. പക്ഷേ ടേസ്റ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുമാത്രമാണ് എനിക്ക് ഇതിലൊരു ഇതായിട്ട് തോന്നിയത്. എന്നാൽ സർവീസും കാര്യങ്ങളും ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. ഫ്ലൈറ്റ് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ബ്ലാങ്കറ്റ് കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ മേടിക്കണം. ഞാനിങ്ങനെ ചോദിച്ചു, ക്രൂവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 500 റുപ്പീസാണെന്ന് പറഞ്ഞു നമുക്കൊരു ബ്ലാങ്കറ്റിന്. പിന്നെ എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് ഉണ്ടായിരുന്നില്ല, കാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ കാർഡും കാര്യങ്ങളെല്ലാം മുകളിൽ ഞാൻ വെച്ച് ഇതാക്കി വെച്ചേക്കാമല്ലോ. അപ്പോൾ പിന്നെ അതിന് വീണ്ടും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് മേടിച്ചില്ല. പിന്നെ എൻ്റെ അടുത്തിരുന്ന് പിങ്കി ചേച്ചിക്കൊരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല വാമായതുകൊണ്ട് പുള്ളിക്കാരിയുടെ കൈമ പിടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇരുന്ന്. അത്യാവശ്യം ഒരു 7 മണിക്കൂർ എൻ്റെ ഫ്ലൈറ്റ് ജേർണി അങ്ങനെയായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ജേർണി ആയിരുന്നു ഇൻഡിഗോയിലുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ അവരുടെ സർവീസ് എല്ലാം അടിപൊളിയാണ്. നമുക്ക് ഇസ്താംബുളിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു 7 hours ട്രാവലിംഗ് നമുക്കുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 ആൾക്ക് നല്ലോണം ബോറടിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങി. എല്ലാവരും കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഈ സ്ക്രീനിൽ മൂവീസ് ഒന്നും കാണാൻ പറ്റില്ല, വെറും സ്ക്രീൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് മൂവീസോ അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കുറേ നേരമൊക്കെ കിടന്നുറങ്ങി. കുറച്ച് കഴിയുമ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ മുംബൈയിലെത്തി. ഇനി മുംബൈയിൽ ഞങ്ങൾക്ക് ലേ ഓവർ ഉണ്ട്. ഒരു 6 or 7 hours തന്നെ നമുക്ക് മുംബൈയിൽ ലേ ഓവർ ഉണ്ട്. നമ്മൾ പുലർച്ചെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറക്കക്ഷീണം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എമിഗ്രേഷൻ ചെക്കിങ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ലഗേജ് കളക്ട് ചെയ്യണം. ഇവിടുന്ന് നമ്മൾ ലഗേജ് കളക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചെക്കിങ് കൊടുക്കണം ലഗേജ്. അപ്പോൾ അത് ഇത്തിരി ഒരു പണിയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു, കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബാഗേജിൻ്റെ ഇവിടത്തേക്ക് വന്നപ്പോൾ എൻ്റെ ബാഗ് ഫുൾ പൊട്ടിക്കിടക്കുവാണ്. മീൻസ് ഞാൻ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പുറത്തേക്ക് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബാഗിന് അല്ലറ ചില്ലറ സ്ക്രാച്ച് കാര്യങ്ങൾ, അതുപോലെ വീൽസിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് റാപ്പ് ചെയ്തതാണ്, പക്ഷേ
എന്തായാലും അത്യാവശ്യം ബാഗ് നശിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു എന്താ പറയുക, ഒരു പ്രത്യേകത, ഒരു എയർപോർട്ടാണെന്ന് തോന്നില്ല, അതുപോലൊരു ഭയങ്കര ഒരു മാൾ ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. അത്യാവശ്യം ഗ്രീനറി കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൻ്റെ നടക്കാനൊക്കെ ആയിട്ട്. എനിക്കാണെങ്കിൽ പിന്നെ രാവിലെ തൊട്ട് ഒട്ടും വയ്യ. പിന്നെ എനിക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായി, തലവേദനയൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കൂടെയുള്ള നല്ലവരായ മനസ്സുള്ളവരൊക്കെയാണ് എൻ്റെ ലഗേജ് പിടിച്ച് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു റിലീഫ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാനും. പിന്നെ എൻ്റെ സ്ലിംഗ് ബാഗിലും കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ലാപ്ടോപ്പ് ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇതും കൂടി വന്നപ്പോൾ എനിക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെയാണ് പിടിച്ചുകൊണ്ട് നിന്നത്. പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വെളുപ്പാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിശക്കുന്നു ദാഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയിട്ട് ഒരു ചായ മേടിച്ചു. അത് നമ്മൾ നോർമൽ ചായ മേടിക്കാമെന്ന് പറഞ്ഞ് ചായ മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വില. നമുക്ക് 270 രൂപ എത്രയായി ഒരു ചായക്ക് മാത്രമായിട്ട്. പിന്നെ വിശന്ന് തുടങ്ങിയപ്പോൾ അവരൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് മേടിച്ചു. ഓരോരുത്തരും ഓരോ ഫുഡാണ് മേടിച്ചത്. ഞാൻ വന്നിട്ട് മസാല ദോശയാട്ടോ മേടിച്ചത്. ഇതും കത്തി പൈസയാണ്, 470 90 എന്തോ ആയിട്ടുണ്ട്. പിന്നെ വിശപ്പ് കാരണം പൈസ നോക്കിയില്ല, എന്തെങ്കിലും കഴിക്കണ്ടേ. കാരണം ഇവിടെ നിന്ന് ഇനി നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് 11 മണി 10:30 11 മണിക്ക് എന്തോ ഫ്ലൈറ്റ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പുള്ളത് കൊണ്ട് നമുക്ക് എന്താണെങ്കിലും കഴിച്ചേ പറ്റൂ. കാരണം വെളുപ്പിന് നമ്മൾ 4 മണി 5 മണിയപ്പോൾ വന്നതാണ്. അപ്പോൾ അത്രയും നേരം പിടിച്ച് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണ്ടേ. അങ്ങനെ ഞാൻ മേടിച്ച മസാല ദോശ കഴിച്ചു. ഒരു നോർമൽ ഒരു ഇതാണ്, നമുക്ക് നമ്മുടെ നാട്ടിലേതായ ഒരു ടേസ്റ്റും കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു കറി പിന്നെ ആ ദോശ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ടേസ്റ്റൊന്നും എനിക്ക് ഫുഡിന് തോന്നിയില്ല. പക്ഷേ വിശപ്പിന് അതും തൽക്കാലത്തേക്ക് അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ പോയിരുന്നു. ഗേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓപ്പണായി. നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറി കേട്ടോ. ഫ്ലൈറ്റ് ഇങ്ങനെ പയ്യെ പയ്യെ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ ഓരോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓരോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊണ്ട് പയ്യെ പയ്യായിരുന്നു ഫ്ലൈറ്റ് നമുക്ക് റൺവേ കൂടെ എടുത്തത്. അങ്ങനെ ഫ്ലൈറ്റ് കയറി. എനിക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് വിൻഡോ സീറ്റിൻ്റെ അടുത്താണ്, സെൻറ്റർ സീറ്റാണ് കിട്ടിയത് കേട്ടോ. ബാക്കി അവർ രണ്ടാളും 2 സൈഡിൽ. പിങ്കി ചേച്ചിയും പിന്നെ എൻ്റെ ഫ്രണ്ടും വന്നിട്ട് നോബിനും വന്നിട്ട് 2 സൈഡിലോട്ട് പോയി. എനിക്ക് പിന്നെ സെബാൻചാൻ്റെ അടുത്തായിരുന്നു സീറ്റ് കിട്ടിയത്. ഞാൻ ചോദിച്ചതാണ് അവരോട് എനിക്ക് വിൻഡോ സീറ്റ് ഉണ്ടെങ്കിൽ തരുമെന്ന്. അപ്പോൾ വിൻഡോ സീറ്റ് ഫിനിഷ് ആയെന്ന് പറഞ്ഞു. ഞങ്ങളാണ് ലാസ്റ്റ് വന്നിട്ട് ഇതെടുത്തത്, ഞങ്ങളുടെ ബോർഡിംഗ് പാസ് ബാക്കിയെല്ലാം കളക്ട് ചെയ്തത്. അതുകൊണ്ട് അപ്പോഴേക്കും സീറ്റൊക്കെ ഫുള്ളായി തുടങ്ങിയായിരുന്നു. ചേട്ടനാണ് വിൻഡോ സീറ്റ് കിട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ അടുത്ത് തന്നെ മതി, എനിക്ക് അപ്പോൾ അറിയുന്ന ഒരാളുണ്ടല്ലോ. പിന്നെ ഞാൻ ചേട്ടനെ കൊണ്ടാണ് ബാക്കി വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തത്. കാരണം ചേട്ടൻ വിൻഡോ സീറ്റ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പുള്ളിനോട് വീഡിയോ ഒക്കെ എടുത്ത് തരുമോ എനിക്ക് ഇടാനാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ട്രാവലൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കൊച്ചി എത്താറായെന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഒരു പ്രത്യേകത ഫീലിംഗ് ആയിരുന്നു. താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇതൊക്കെ പുഴയുടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പെരിയാറിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇങ്ങനെ താഴ്ന്നു വന്നപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഹോം ലാൻഡിലോട്ട് നമ്മൾ എത്തുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് അല്ലേ. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. നല്ല സേഫായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് പറയുകയാണെങ്കിൽ ഒരു സങ്കടവും സന്തോഷവും അങ്ങനെ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ളൊരു ഇമോഷൻസ് ആയിരുന്നു. കാരണം 1.25 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് വരുന്ന അതിൻ്റേതായ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി പോയിട്ട് ലഗേജും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ കെട്ടി ഒന്നിതായി. കാരണം പുറത്ത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ വിഷ്ണു ചേട്ടനെയൊക്കെ വിളിച്ച് കൺഫേം ചെയ്തു. ചേട്ടൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഏട്ടൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ചേച്ചീനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വരുന്ന ഒട്ടുകാലം പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ വന്ന ആളെ തട്ടിയിട്ട് പോലും ആൾക്ക് മനസ്സിലാകുന്നില്ല ഞാനാണോ എന്നുള്ളൊരിതായി പോയി. പെട്ടെന്ന് ആൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് ഭയങ്കര ഇമോഷണലായി പോയി. എനിക്കും പെട്ടെന്ന് ഭയങ്കര കരച്ചിലൊക്കെ വന്നു. പിന്നെ കുറച്ചൊക്കെ വീഡിയോസാണ് അങ്ങനത്തെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നേരെ പോകുന്നത് അച്ഛനെ കാണാനായിട്ടാണ്. അമ്മയാണെങ്കിൽ ചേട്ടനെ വിളിക്കുന്നുണ്ട്, ചേച്ചി വന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ വന്നു, കുറച്ച് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഓഫീസിൽ പെരുമ്പാവൂർക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ട്രാവൽ വീഡിയോ, എൻ്റെ ഒരു കുഞ്ഞ് ജേണി വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അച്ഛനും അമ്മേനെയും കണ്ട വീഡിയോയുടെ ക്ലിപ്പും കൂടി ഞാനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.
ചിരിച്ചേ ചിരിച്ച് ഇങ്ങോട്ടൊക്കെ അമ്മുമ്മേ ഇങ്ങോട്ടൊക്കെ കരയണോ കരയണോ